വിമാന സർവീസുകളെ ബാധിച്ച് മൂടൽമഞ്ഞ് ഡൽഹി വിമാനത്താവളത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുംബൈ ഹൈദരാബാദ് വിമാനം മുംബൈയിലേക്ക് തിരിച്ചു പറന്നു. അനൂപ് ദാസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അനൂപ്, എന്താണ് സാഹചര്യം? അത് ഇങ്ങനെ എത്ര ദിവസം നീണ്ടു നിൽക്കാനാണ് സാധ്യത? ഏതൊക്കെ സർവീസുകൾ മുടങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പാണ് വിമാന കമ്പനികളൊക്കെ നൽകിയിട്ടുള്ളത്? വിവരങ്ങൾ. പ്രതീക്ഷ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ വീണ്ടും മൂടൽമഞ്ഞ് കാര്യമായി വരുന്നു. ഒപ്പം തന്നെ പൊല്യൂഷനും മാലിന്യവും കൂടിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്നത് കുറച്ചുകൂടി ഗുരുതരമാവുകയാണ് ചെയ്തത്. ഡൽഹി വിമാനത്താവളത്തിൽ ഫോഗിൻ്റെ മുന്നറിയിപ്പ് നൽകി. ഒപ്പം തന്നെ സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ള ചില വിമാന കമ്പനികൾ ഈ വിമാനം വൈകാനിടയുണ്ട്, അതുകൊണ്ട് യാത്രക്കാർ കൃത്യമായി സമയം ഒന്നുകൂടി പരിശോധിച്ച ശേഷം വിമാനത്താവളത്തിൽ എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പറന്നൊരു വിമാനം ഹൈദരാബാദിൽ കാര്യമായ പ്രശ്നമുള്ളത് കൊണ്ട്, വിമാനം ലാൻഡ് ചെയ്യാനുള്ള കുഴപ്പമുള്ളത് കൊണ്ട് തിരികെ മുംബൈയിലേക്ക് തന്നെ പറന്നു. ഇങ്ങനെ കുറേയേറെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. കൂടുതലും ബാധിക്കുന്നത് രാവിലെയുള്ള സർവീസുകളെയാണ്. ഉച്ചവരെയുള്ള വിമാന സർവീസുകൾ കാര്യമായി പ്രശ്നം നേരിടുന്നുണ്ട്. എന്തായാലും എല്ലാ യാത്രക്കാരും ഡൽഹി, ഒപ്പം മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്ന് യാത്ര ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെ നിന്ന് തിരികെ വരേണ്ട ആളുകൾ കൃത്യമായി വിമാന കമ്പനികളുമായി ആശയവിനിമയം നടത്തിയ ശേഷം യാത്രക്ക് പുറപ്പെടുന്നതാവും നന്നാവുക.